ഹലോ മൈ കുട്ടി ബേക്കേഴ്സ്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടും അടിപൊളിയായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് ഈ കുട്ടി ജിറാഫിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ പേര് ടീനു. കേക്ക് സ്മിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ബോഡി സെറ്റ് ചെയ്തെടുക്കാം. ബോഡി ഒന്ന് ഉണ്ടാക്കിയിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെക്കണം. ഞാൻ ഇതിൻ്റെ വെയിറ്റ് എടുക്കാൻ സത്യത്തിൽ വിട്ടുപോയി, സോറി കേട്ടോ. നമ്മൾ ജിറാഫിൻ്റെ ബോഡിയുടെ പോർഷനും കഴുത്തിന് നല്ല നീളമുണ്ടല്ലോ, ഇത് രണ്ടും ഒറ്റ ഫോണ്ടന്റിലാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ കഴുത്ത് ഒന്ന് നീട്ടി എടുത്തിട്ട് അതിനുശേഷമാണ് സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ആദ്യം കൊടുത്തിട്ട് ആ സ്റ്റിക്കയിലോട്ട് തന്നെ കഴുത്തിനെ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ബോഡിക്ക് എടുക്കുമ്പം CMC ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒത്തിരി ഇട്ട് ഫോണ്ടന്റ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കഴുത്തിൻ്റെ പോർഷൻ അങ്ങനെ ഉരുട്ടുമ്പോഴത്തേക്കും ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ജിറാഫിൻ്റെ ബോഡി ശരിക്കും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയില്ലെങ്കിൽ കേക്കിൽ വെക്കുമ്പോഴും നേരെ നിൽക്കത്തില്ല. ആ കഴുത്തിന് അത്ര ഹൈറ്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ നേരെ നിൽക്കാൻ പാടായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ അനിമൽസിനെയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ട് അനിമൽസിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഫോണ്ടന്റ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത്ര നന്നായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതൊക്കെ കാണുമ്പം എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് അതിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ എപ്പോഴും ഫോണ്ടന്റ് ഫിഗേഴ്സ് ഒക്കെ ചെയ്യുമ്പം ബോഡി നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഹെഡ് ഇറക്കി വിടാവുള്ളൂ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഹെഡിന് നല്ല വെയിറ്റ് കാണും. അപ്പം ആ വെയിറ്റ് ആ ബോഡിയിലേക്ക് വെക്കുമ്പോഴത്തേക്കും ബോഡി നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ അത് ഉറപ്പായിട്ട് ഇരുന്ന് പോകും. അപ്പോൾ ഒന്നുകൂടെ അങ്ങ് വീർത്ത് പോകും. നമ്മൾ ഉണ്ടാക്കി വെച്ചിങ്ങനെ ഷേപ്പ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാടാണ്. കാരണം ആ ഷേപ്പ് എല്ലാം മാറി ചുമ്മാ അങ്ങനെ ഉരുണ്ട് ബോൾ പോലെ ഇരിക്കും. അപ്പം എപ്പോഴും ബോഡി നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ ഹെഡ് എടുത്ത് വെക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഫോണ്ടന്റിൽ പെയിൻറ് ചെയ്യുമ്പോഴും ഫോണ്ടന്റ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം പെയിൻറ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലേ നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഞാനിട്ട ഷോർട്സ് മാഷയുടെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മാഷയുടെ മേക്കിംഗ് വീഡിയോ എന്നോട് ചോദിച്ചിരുന്നു. സത്യത്തിൽ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഷോർട്ട് വീഡിയോ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം, കുറച്ച് പോർഷൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുത്താൽ മതിയല്ലോ. പക്ഷേ നമ്മൾ ലോങ് വീഡിയോ ചെയ്യണമെങ്കിൽ ഫുൾ ടൈം നമ്മൾ ആ മൊബൈൽ അതിന് വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ എനിക്ക് മാഷ, കോക്കോമലൺ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പം എനിക്ക് ഫോണിൽ അവരുടെ ഫിഗർ കാണണം. അപ്പം അത് പല ആംഗിളിൽ നിന്ന് എനിക്ക് കാണണം. സൈഡ് വ്യൂ വേണം, ഫ്രണ്ട് വ്യൂ വേണം. അപ്പം അങ്ങനെയെല്ലാം നോക്കിയാണ് ഞാനിത് ഫോണിൻ്റെ ചെയ്തെടുക്കുന്നത്. അല്ലാതെ കാണാതെ ചെയ്യാനുള്ള അത്ര കഴിവൊന്നും ആയിട്ടില്ലെന്നേ. ഞാനിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാതെ വരുന്നത്. ഈ ആനിമൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ ഉണ്ടാക്കാം, പ്രശ്നമില്ല. ഇമേജ് വേണമെന്ന് അത്ര നിർബന്ധമില്ല. പക്ഷേ മറ്റേത് അങ്ങനെയല്ല, ആ ഇമേജ് എനിക്ക് കാണണം, കണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം 2 ഫോൺ വേണ്ടി വരും. ഒന്ന് ഇമേജ് കാണാൻ ഒരു ഫോൺ വേണം, പിന്നെ വീഡിയോ എടുക്കാൻ വേറൊരു ഫോൺ വേണം. അപ്പം എൻ്റെ കെട്ടിയാൻ വീട്ടിലുള്ള സമയത്തെ അത് നടക്കുള്ളൂ. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും എനിക്ക് മേക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് കേട്ടോ. നമ്മൾ ഈ കണ്ണൊക്കെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് നല്ല പോയിന്റഡ് ബ്രഷ് ആയിരിക്കണം, 00 പോയിന്റഡ് ബ്രഷ് ആയിരിക്കണം. അത് നമ്മൾ എപ്പോഴും കെയർ ചെയ്ത് മാറ്റി സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമുക്ക് പൊടി ഇടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയിൻറ് ചെയ്യാനോ അങ്ങനെയൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ബ്രഷിൻ്റെ പോയിന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പം അത് നമ്മളെപ്പോഴും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൃത്യമായിട്ട് കഴുകി എടുത്തൊരു സ്ഥലത്ത് മാറ്റി പ്രത്യേകം സൂക്ഷിക്കണം. ബോഡി കൊടുത്തേക്കുന്ന ഡോട്ട്സ് ഞാൻ ബ്രൗൺ കളറും വൈറ്റ് കളറും മിക്സ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ആദ്യം ഞാൻ ഹെഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഭയങ്കര ഒരു ഗൗരവഭാവം തോന്നി. അത് കഴിഞ്ഞ് അതിനെ വീണ്ടും എടുത്ത് കുറച്ചുകൂടെ ഹെഡ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം കുറച്ച് വൃത്തിയായിട്ട് തോന്നി. അപ്പം നിങ്ങൾ ഇതിങ്ങനെ വെച്ചൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കണം, നല്ല ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ സൈഡ് കുറച്ച് ചെരിക്കണോ, കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറക്കണോ, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറ്റണോ, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഹെഡൊക്കെ വെച്ച് കൊടുക്കാനും. നമ്മുടെ ജിറാഫ് കൂട്ടിന് കൂട്ടായിട്ട് സിംഹച്ചാരും ഒരു കുട്ടിയാനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇലകളൊക്കെ ഞാൻ കട്ടർ വെച്ച് കട്ട് ചെയ്തെടുത്തതാണ്. കേക്കിൻ്റെ മുകളിലേക്ക് ഫോണ്ടന്റ് ഡെക്കറേഷൻസ് വെക്കുന്നതിന് മുമ്പ് കേക്ക് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെന്ന്
ഉപ്പ് വരുത്തിയിരിക്കണം. നമ്മൾ തലേ ദിവസം തന്നെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനത്തെ ഇലകളോ അല്ലെങ്കിൽ പേരോ ഒക്കെ വെച്ച് കൊടുക്കുമ്പം പ്ലിങ്ങായി പോവും, കാണാനൊരു ലുക്ക് വരത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.